Good morning, students. We will integration problems. The first problem is integral 1 by x cube into root of 1 minus 1 by x square dx. This function integrate cheyumbo nokku kittunna result endana. Ivide 5 options aanu parnirikkunnu. Idil ഏത് option aanu correct ennu parayam. Nammala integration case il kore standard results പഠിച്ചു വെച്ചു. Standard result ഉപയോഗിച്ച് പല ഫംഗ്ഷനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളിൽ നമ്മൾ കുറച്ച് മെത്തേഡുകൾ ഉപയോഗിക്കും. ആ മെത്തേഡുകൾ ഏതാണ്? ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്, ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇങ്ങനെ നമ്മൾ കുറച്ച് മെത്തേഡുകൾ ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യും. കീമിന്റെ എക്സാമിനേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാവുന്ന റിസൾട്ടുകളായി അങ്ങനെയായിരിക്കും വരുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രോബ്ലത്തില് ഇന്റഗ്രൽ 1 by x cube in root of 1 minus 1 by x square dx ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു മെത്തേഡ് ഉപയോഗിക്കണം. ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ഈ എക്സ് എന്നുള്ള വേരിയബിളിനെ നമ്മൾ മറ്റൊരു വേരിയബിൾ ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു. എക്സ് എന്നുള്ള വേരിയബിളിനെ മറ്റൊരു വേരിയബിൾ ആയിട്ട് കൺവെർട്ട് ചെയ്ത് അതിനുശേഷം അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്തിച്ചേരും. അപ്പൊ ഇവിടെ എന്തിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇവിടെ ഇന്റഗ്രൽ 1 by x cube in root of 1 minus 1 by x square dx. ഇവിടെ എന്തിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 1 minus 1 by x square എന്നുള്ളത് t എന്ന് കൊടുക്കുക. 1 by 1 minus x square എന്നുള്ള t എന്ന് കൊടുക്കുക. അതിനുശേഷം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ 1 നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 എന്ന് വരും. മൈനസ് 1 by x square ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴോ ഈ x square ന്യൂമറേറ്റർ പോകുമ്പോൾ x raised to minus 2 ആവും. അപ്പോൾ minus 2 x raised to minus 3 dx is equal to dt. എന്താ 1 by x square എന്നുള്ളത് എന്താണ്? 1 by x square എന്ന് പറയുന്നത് x raised to minus 2 ആണ്. x raised to n ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. n into x raised to n minus 1. അപ്പോൾ minus 2 into x raised to minus 2 minus 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? minus 2 into x raised to minus 3. അങ്ങനെയാണ് ഇവിടെ minus 2 into x raised to minus 3. അപ്പൊ അങ്ങനെ നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി നോക്കാം. ഇവിടെ മൈനസ് കൊണ്ട് പ്ലസ് ആയി. 2 by x cube dx. ഈ മൈനസ് കൊണ്ട് പ്ലസ് ആയപ്പോൾ 2 by x മൈനസ് താഴേക്ക് പോകുന്നു. 2 by x cube dx എന്തായിട്ട് മാറും? dt. That is 1 by x cube dx എന്ന് പറയുന്നത് എന്താണ്? ഈ 2 നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ dt by 2. 1 by x cube dx പകരം നമുക്ക് എന്ത് കൊടുക്കാം? dt by 2 കൊടുക്കാം. ഇനി നമ്മുടെ പ്രോബ്ലം എടുക്കാം. നമ്മുടെ പ്രോബ്ലത്തില് ഈ 1 by x cube dx എന്ന് പറയുന്നത് dt by 2 root of 1 minus 1 by x square എന്ത് കൊടുക്കാം? root t. 1 minus 1 by x square t ആണ്. root of t 1 by x cube dx ന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? dt by 2. ഈ 1 by 2 നമ്മൾ പുറത്തേക്ക് എഴുതുന്നു. ഇന്റഗ്രൽ root t നെ എങ്ങനെ എഴുതാം? t raised to 1 by 2 dt. ഇനി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. 1 by 2 t raised to 1 by 2 എന്ന് പറഞ്ഞാൽ എന്താണ്? t raised to 3 by 2. 1 by 2 plus 1. 1 by 2 plus 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 by 2 plus 1 that is equal to 3 by 2 divided by 3 by 2. ഇന്റഗ്രേഷൻ ചെയ്യുന്നു. Therefore ഈ 2 ക്യാൻസൽ ചെയ്ത് പോകുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 by 3 into t എന്ന് പറഞ്ഞാൽ എന്താണ്? 1 minus 1 by x square എന്നാണ്. whole raised to 3 by 2. നമ്മൾ കോൺസ്റ്റന്റ് ചേർക്കണം. കോൺസ്റ്റന്റ് ചേർത്തു. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 1 by 3 into 1 minus 1 by x square whole raised to 3 by 2 plus c. ഇത് ഏത് ഓപ്ഷൻ ആണ് നോക്കിയേ? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 1 by 3 into 1 minus 1 by x square whole raised to 3 by 2 plus c. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ച മെത്തേഡിന്റെ പേരാണ് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് തന്നിരിക്കുന്ന വേരിയബിളിൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ വേരിയബിളിൽ നമ്മൾ മറ്റൊരു വേരിയബിളിലോട്ട് ചേഞ്ച് ചെയ്തു.
അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. നമ്മൾ ഇവിടെ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാണ്? 1 minus 1 by x square. 1 minus 1 by x square എന്നുള്ളത് എന്ത് കൊടുത്തു? t എന്ന് കൊടുത്തു. അതിനുശേഷം അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 by x cube dx dt കിട്ടി. 1 by x cube dx എന്തായിട്ട് മാറി? dt by 2 ആയിട്ട് മാറി. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ 1 by x cube dx വരെ എന്ത് കൊടുക്കാം? dt by 2 കൊടുക്കാം. root of 1 minus 1 by x square എന്ത് കൊടുക്കാം? root t കൊടുക്കാം. ഈ root t എന്ന് പറഞ്ഞാൽ എന്താണ്? t raised to 1 by 2 ആണ്. ആ t raised to 1 by 2 നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നേ? t raised to 1 by 2 plus 1 by 1 by 2 plus 1. അപ്പൊ 1 by 2 into t raised to 3 by 2 by 3 by 2. ഈ 2 ഉം 2 ഉം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ 1 by 3 1 minus 1 by x square whole raised to 3 by 2. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് നീങ്ങാം കേട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം. അടുത്ത പ്രോബ്ലം ഇതാണ്. If f of x is equal to cos x for x greater than equal to 0, 2x for x less than 0, then the value of integral minus 2 to pi by 2 f of x dx is equal to option A 2b minus 2 c minus 3 d 3 e. അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, if f of x is equal to cos x, x greater than equal to 0 ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? cos x ആണ്. 2x വരുന്നത് എപ്പോഴാണ്? 4x less than 0. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇന്റഗ്രൽ minus 2 to pi by 2 f of x dx കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ചെയ്യാൻ പോണ മെത്തേഡ് എന്താ വെച്ചാൽ ഇന്റഗ്രൽ minus 2 to pi by 2 f of x dx. ഇത് നമ്മൾ ഈ -2 to pi by 2 dx എന്നുള്ളതിനെ രണ്ടായിട്ട് നമ്മൾ തിരിക്കുകയാണ്. അതായത് -2 to 0 f of x dx plus 0 to pi by 2 f of x dx. ഇത് വൺ ഓഫ് ദി പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഈ -2 to pi by 2 എന്നുള്ളതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നു. -2 to 0 f of x dx, 0 to pi by 2 f of x dx രണ്ടായിട്ട് കട്ട് ചെയ്യുന്നു. ഇത് നോക്കാം. ഇവിടെ ഇന്റഗ്രൽ -2 to 0, ഈ -2 മുതൽ 0 വരെ x ലെസ് ദാൻ 0 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ്? x ലെസ് ദാൻ 0 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 2x ആണ്. അവിടെ ഞാൻ 2x 0 to pi by 2 ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? cos x. അവിടെ ഞാൻ cos x. അപ്പോ -2 മുതൽ 0 വരെ ഉള്ള കേസിലെ ഫംഗ്ഷന്റെ വാല്യൂ ഞാൻ x ലെസ് ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 2x ആണ്. ഞാൻ 2x കൊടുത്തു. 0 to pi by 2 ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? cos x ആണ്. cos x. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് നോക്കാം. 2x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2x square by 2 minus 2 to 0 plus cos x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? sin x lower limit 0 upper limit by 2. ഇത് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് രണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 0 വരും. ഇവിടെ നമുക്ക് -2 അപ്ലൈ ചെയ്യാം. -2 സ്ക്വയർ 4 ആണ്. 0 minus 4 പ്ലസ് ഇവിടെ sin pi by 2. sin pi by 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. 1 minus 0. അപ്പൊ നമുക്ക് -4 plus 1 that is equal to -3. -3 എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കി. -3 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. C is the correct answer. ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ ഏതാണ്? C ആണ് ആൻസർ. -3 is the correct answer. ഇവിടെ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഉപയോഗിച്ചു. ഡെഫിനിറ്റ് ഇന്റഗ്രൽ പ്രോപ്പർട്ടിയാണ് ഇന്റഗ്രൽ a to b
ഇന്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ a to c f of x dx പ്ലസ് ഇന്റഗ്രൽ c to b f of x. ഇതൊരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഈ ഫംഗ്ഷനെ നമ്മൾ -2 to π/2 എന്നുള്ളതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നു. -2 to 0യും 0 to π/2. -2 to 0 ഫംഗ്ഷൻ എന്തെടുക്കുന്നു? 2x എടുക്കുന്നു. 0 to π/2 ഫംഗ്ഷൻ എന്തെടുക്കുന്നു? cos x എടുക്കുന്നു. അതിനുശേഷം അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? -3 എന്നാണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇങ്ങനെ ധാരാളം പ്രോബ്ലംസ് നിങ്ങൾ പല മെത്തേഡുകളിൽ ചെയ്ത് പഠിക്കും. അങ്ങനെ കുറെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ വരും. ഏത് പ്രോബ്ലം വന്നാലും ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നല് നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The value of integral 0 to π/6 cos 6x cos 2x dx is equal to option A 1 plus root 2 by 16, option B 1 plus root 2 by 8, option C 2 plus root 2 by 16, option D -1 plus root 2 by 16, option E -1 plus root 2 by 16. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻ ദ വാല്യൂ ഓഫ് ഇന്റഗ്രൽ 0 to π/6 cos 6x cos 2x dx. 5 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് നോക്കണം. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ്. പിന്നെ നമുക്ക് പല മെത്തേഡുകളാണ്. ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസ്, ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, അങ്ങനെ പല മെത്തേഡിലൂടെയാണ്. ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ, അങ്ങനെ പല മെത്തേഡിലൂടെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. കീമിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഭൂരിഭാഗവും ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോബ്ലം ആയിരിക്കും കീമിന് നമുക്ക് ചെയ്യാനായിട്ട് വരുന്നത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മെത്തേഡ് ഇതാണ്. ഇന്റഗ്രേഷൻ ബൈ എന്താണ്? ഇന്റഗ്രേഷൻ ബൈ ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസ്. ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പ്രോബ്ലം ചെയ്യാറ്. നമുക്കറിയാം 2 cos A cos B ഇങ്ങനെ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ആ ഫോർമുല? cos A plus B plus cos A minus. ഇങ്ങനെ ഒരു ഫോർമുല ട്രിഗണോമെട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 2 cos A cos B is equal to cos A plus B plus cos A minus. നമ്മൾ തന്നിരിക്കുന്ന ഈ പ്രോബ്ലത്തെ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോണ 1/2 into integral 0 to π/6 2 cos x cos 2x. ഞാനിവിടെ എന്താ ചെയ്തത്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഒരു 2 കൊണ്ട് വിളിച്ചു. അപ്പൊ 1/2 ഇന്റഗ്രൽ 0 to π/6 2 cos x cos 2x dx. ഇത് നമ്മൾ എന്ത് എഴുതുന്നു? 1/2 ഇന്റഗ്രൽ 0 to π/6 ഈ 2 cos x cos 2x ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? cos 8x പ്ലസ് cos 4x സമായിട്ട് കൺവേർട്ട്. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? cos 8x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin 8x divided by 8. sin 8x divided by 8 plus cos 4x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? sin 4x by 4. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 5. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്റഗ്രേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയർ ആണ് ചെയ്യാം. That is equal to 1/2. ഇവിടെ x ന് നമ്മൾ π/6 കൊടുക്കുക. അപ്പൊ sin 8 into π/6
divided by h plus sin 4 into pi by 6 by 4. Upper limit കൊടുത്തു. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ ആദ്യത്തെ ടൈം 0 ആയി അല്ലേ? നമുക്ക് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ 0 കൊടുക്കുമ്പോൾ sin 0 എന്താണ്? 0 ആണ്. ഇവിടെ 0 കൊടുക്കുമ്പോൾ അതും 0 ആണ്. രണ്ടും 0 ആയി. അപ്പർ ലിമിറ്റ് മാത്രമേ ഉള്ളൂ. 1/2 ഇൻറ്റു ഇവിടെ 8ഉം 6 നമ്മൾ വെട്ടിക്കളയുമ്പോൾ അപ്പൊ നമുക്ക് എന്ത് കിട്ടാം? നമുക്ക് 8ഉം 6 നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാണ്. 8ഉം ഇവിടെ 5/16 ആണ് നമ്മുടെ ക്വസ്റ്റ്യനില്. സൈൻ 5/16 എന്നാണ്. ഇന്റഗ്രൽ 0 to 5/16 ആണ്. 5/16 എന്ന് കൊടുക്കുക. ഞാൻ ക്വസ്റ്റ്യനില് എഴുതിയത് 5/6 എന്നാണ് എഴുതിയത്. 5/6 അല്ല, ഇന്റഗ്രൽ 0 to 5/16. ക്വസ്റ്റ്യൻ ഒന്ന് റീറൈറ്റ് ചെയ്യുക എല്ലാവരും. ഇന്റഗ്രൽ 0 to 5/16 cos 6x cos 2x dx ആണ് കേട്ടോ. നമ്മൾ എഴുതിയത് 6 എന്നാണ് എഴുതിയത്. 6 അല്ല, 16 ആണ് കേട്ടോ. അപ്പോ ഇന്റഗ്രൽ 0 ഇവിടെ 0 to 5/16 ആണ്. 5/16 കൊടുത്തു. 8ഉം 16 വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? സൈൻ 5/2 ബൈ 8ഉം 16 വെട്ടിക്കഴിയുമ്പോൾ എത്ര വരെ നമുക്ക് സൈൻ 5/2 ബൈ 8 പ്ലസ് ഇവിടെ നമുക്ക് 4ഉം 16 വെട്ടിക്കഴിയുമ്പോൾ സൈൻ 5/4 ബൈ 4. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1/2 സൈൻ 5/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/8 പ്ലസ് സൈൻ 5/4 എത്രയാണ്? 1/√2/4. ഇത് നമ്മൾ എന്ത് ചെയ്യണം? 1/2 ഇൻറ്റു ഇവിടെ കോമൺ ആയിട്ട് LC എടുക്കാം. കോമൺ LC എന്താണ്? 8 എടുക്കാം. 8 എടുത്തേക്ക് ഇവിടെ നമുക്ക് എന്ത് വരും? 1 വരും. 1 പ്ലസ് ഇവിടെ 4ല് 8 എത്ര പ്രാവശ്യം ഇടങ്ങും? 8ല് 4 നമുക്ക് 2 പ്രാവശ്യം ഇടങ്ങും. അപ്പോൾ 2 ഇൻറ്റു 1/√2. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു 1 പ്ലസ് 2/√2 എന്ന് പറഞ്ഞാൽ എത്രയാ? √2 ആണ്. √2/8. That is 1 plus √2/16. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 1 plus √2/16. അപ്പൊ ഓപ്ഷൻ എ is the correct answer. ഓപ്ഷൻ എ ആണ് ഇതിന്റെ correct answer. ഇവിടെ നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് ഏതാണ്? ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റി. ഏത് ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റി ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്? നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റി 2 cos A cos B എന്നാണ്. എന്താണ് 2 cos A cos B പറയുന്നത്? cos A plus B plus cos A minus B. cos A plus B plus cos A minus B. നമുക്ക് ഇവിടെ ചെയ്യേണ്ട പ്രോബ്ലം ഏതാണ്? ഇന്റഗ്രൽ 0 to 5/16. ഞാൻ ആദ്യം 6 എന്നാണ് എഴുതിയത്. 6 അല്ല, 16 ആണ് കേട്ടോ. അപ്പൊ ഇന്റഗ്രൽ 0 to 5/16 cos 6x cos 2x dx ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റി. ഏത് ഐഡന്റിറ്റി ആണ് അപ്ലൈ ചെയ്തത്? 2 cos A cos B. അപ്പൊ അത് ബേസ് ചെയ്യുമ്പോൾ cos 6x cos 2x-നെ നമ്മൾ ആ ഫോമിലേക്ക് ആക്കാൻ വേണ്ടി ഒരു 2 കൊണ്ട് ഗുണിച്ചു, ഒരു 2 കൊണ്ട് വെച്ചു. അപ്പൊ 2 cos A cos B ഫോമിൽ വന്നു. അതിനുശേഷം നമ്മൾ ആ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ cos 8x പ്ലസ് cos 4x എന്ന് വന്നു. cos 8x നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin 8x/8, cos 4x ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin 4x/4. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 5/16. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് 5/16 കൊടുക്കുമ്പോൾ 8 ഇൻറ്റു 5/16/8 പ്ലസ് sin 4 ഇൻറ്റു 5/16/4. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ sin 0 ആണ്, 0 ആയി പോയി. ഇനി നമ്മൾ 8ഉം 16 വെട്ടിക്കളഞ്ഞ് ചെയ്യുമ്പോൾ sin 5/2/8 വരും. ഇവിടെ sin 5/4/4. അപ്പൊ 1/2 ഇൻറ്റു sin 5/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ആണ്. 1/8 പ്ലസ് 1/√2/4. ഇനി നമ്മൾ എന്ത് ചെയ്തു? 1/2 ഇൻറ്റു 1. ഇവിടെ നമ്മൾ 8ന്റെയും 4ന്റെ LC എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 എടുത്ത് കഴിയുമ്പോൾ ഇവിടെ 1 വരും. അപ്പുറത്ത് എന്ത് വരും? 8ല് 4 2 പ്രാവശ്യം വന്നു. 8ല് 4 2 പ്രാവശ്യം. 2 ഇൻറ്റു 1/√2. അപ്പൊ 1/2 ഇൻറ്റു 1 പ്ലസ് √2/8. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 പ്ലസ് √2/16. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. എല്ലാവരും നോട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ.